അതെ, കൽപ്പറ്റ അനിൽകുമാർ ജയിക്കണം, ഇടതുമുന്നണി ജയിക്കണം. കാരണം 4000 ഉറുപ്പ്യ ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ. പിന്നെ നമുക്ക് അപ്പോൾ സ്ത്രീകൾക്ക് 35 ലക്ഷം ജനങ്ങൾക്ക് 1000 ഉറുപ്പ്യ വെച്ചിട്ട് വേറെ കൊടുത്ത് 2 മാസത്തെ കിട്ടി കഴിഞ്ഞ്. പിന്നെ നമുക്ക് സൗജന്യ റേഷൻ, BPL കാർക്ക് മഞ്ഞ കാർഡ്, റോസ് കാർഡ്. പിന്നെ നമുക്ക് വെള്ളം, കറണ്ട് എല്ലാം തരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല സർക്കാർ. 10 ഞാൻ 100 മാർക്ക് കൊടുത്തു ആ സർക്കാർ. വേണം, അതിലെന്താ സംശയം? 3ാം പിണറായി തന്നെ അധികാരത്തിൽ വരണം, അതിൽ യാതൊരു സംശയമില്ല. ഒന്നും പറയാനില്ല. ഒന്നുമില്ല. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കാൻ? എൻ്റെ അഭിപ്രായം എന്താ? നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വയനാട്ടിൽ കൊണ്ടുവരുന്നുണ്ട് കൽപ്പറ്റ മണ്ഡലത്തിൽ. പിന്നെ ആര് ജയിച്ചാലും നമുക്ക് സിദ്ദീഖ് ജയിക്കണം എന്നാണ് നമ്മളുടെ അഭിപ്രായം. പിന്നെ UDF എന്ന നിലയിലല്ല നമ്മൾ പറയും. നമുക്ക് ആര് ജയിച്ചാലും ഒരേപോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കൊണ്ടുവരുമെന്നും അതുപോലെ തന്നെ പെൻഷൻ കൂട്ടെന്നും നമുക്ക് സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ആണെന്നും അതൊക്കെ പറഞ്ഞ പോലെ അവർ നടക്കണം. ഇന്ദിരാ ഗ്യാരണ്ടി ആണല്ലോ, അതേമാതിരി ഇപ്പോൾ നടന്നാൽ മാത്രം മതി. അതേപോലെ തന്നെ നമുക്ക് ആര് ജയിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. എന്നാലും ജയിച്ചൊക്കെ നമ്മൾ അതിൽ തന്നെ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഒരേപോലെ തന്നെ, എല്ലാവരും മനുഷ്യന്മാർ തന്നെയല്ലേ. ഇപ്പോൾ ഏത് പാർട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ജയിക്കണം എന്നാണ്. എല്ലാവരും ജയിക്കണം വേണ്ട, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ സിദ്ദീഖ് ജയിക്കണം എന്നാണ്. നമ്മൾ സിദ്ദീഖിനൊപ്പം തന്നെയാണ്. അവർ പറയുന്നപ്പോൾ വെച്ചാൽ നമുക്ക് ഇന്ദിരാ ഗ്യാരണ്ടി ഉണ്ട് കേരളത്തിൽ, അത് വരും ഇത് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി നല്ല പാർട്ടിയായി തോന്നിയത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്ക് കംഫർട്ടായി തോന്നിയത് വെച്ചാൽ UDF തന്നെയാണ്. എനിക്ക് UDFിനോടൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്, സിദ്ദീഖിനെ വോട്ട് ചെയ്യാൻ പറയുന്നതും. ആ ഒരു ഇതിലാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ പറയൂ. വോട്ടുണ്ടോ? എനിക്ക് വോട്ടില്ല, എൻ്റെ പറയലുണ്ട്. വീട്ടിലുണ്ട്, കാക്കാക്കുണ്ട്, ഉമ്മാക്കുണ്ട്. കേരളത്തിൽ ആരായിരിക്കും അധികാരത്തിൽ വരിക? UDF വന്നാൽ മതി എന്നാണ് എൻ്റെയൊക്കെ ഒരു ആഗ്രഹം എന്ന് അറിയുകയാണെങ്കിൽ. UDF വരണമെന്നോ വരണം, അതെവിടെ പോകാനേ. UDF ആയിരിക്കും. കേരളത്തിൽ കൊണ്ടുവരാൻ വെച്ച പല പദ്ധതികളും നടപ്പിലാക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഇപ്പം നടക്കണ വെച്ചാൽ യുദ്ധവും മറ്റും ഇതൊക്കെ ആയിട്ട് ഗ്യാസുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല. അപ്പോൾ UDF വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഒരു ഇതിൽ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പരിഹാരം നമുക്ക് റെഡി ആവണം. പിന്നെ നമ്മളെ ടണലിൻ്റെ പണി നടക്കുന്നുണ്ട്. LDF ആണ് മുന്നേറുന്നെങ്കിലും ഒക്കെ UDF അതിലേക്കൊരു പങ്ക് വഹിക്കണമെന്ന് ഞാൻ പറയുന്നു. UDF ജയിക്കണം. മാർക്കറ്റ് നമ്മൾ ജയിക്കണം എന്ന് പറയുന്നത് 100% എല്ലാം നമ്മൾ ഈ കാഴ്ചപ്പാട് എല്ലാവരും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. എല്ലാവരും നമ്മൾ നേരത്തെ ചിന്തിക്കുന്ന റോഡും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും നമ്മൾ ഇപ്പം നമ്മുടെ ചുരമ്മല കേസും എല്ലാവർക്കും നമുക്ക് അറിയുന്ന കേസും കൂട്ടിയാണ്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ സർക്കാർക്ക് വോട്ട് ചെയ്യാമെന്ന് എനിക്ക് അത്രേ പറയുള്ളൂ. ശരി, വേണം 100%, അത്രേ ഉള്ളൂ. ജയിക്കല് സിദ്ദീഖ് ജയിക്കാൻ നല്ല സാധ്യത അല്ല. അത് മൂപ്പര് പറഞ്ഞാൽ പിന്നെ ഇവിടെ ചൂരൽമല ഒരുപാട് എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട്, എത്തുന്നുണ്ട്. നമ്മളെ കാഴ്ചപ്പാടിൽ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് സിദ്ദീഖ് ജയിക്കുന്നതാണ്. കേരളത്തിൻ്റെ കാര്യം പറയാനായിട്ടില്ല. സ്പഷ്ടമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് നമുക്കൊരു പാർട്ടിപരമായിട്ടുള്ളൊരു അഭിപ്രായമൊന്നുമില്ല. സിദ്ദീഖ് MLA ജയിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ തുടർഭരണത്തിനാണ് സാധ്യത എന്നാണ് കാണുന്നത്. മറ്റുള്ളവരെ ഗ്രൂപ്പുകൾക്കും പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു തുടർഭരണത്തിനാണ് സാധ്യത എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സിദ്ദീഖ് ജയിക്കും എന്നുള്ള അഭിപ്രായമാണ്. കാരണം ഇപ്രാവശ്യത്തെ ഭരണത്തിൽ വലിയ കുഴപ്പമില്ല. ഇവിടെ സിദ്ദീഖ് ജയിക്കണം. കാരണം അയാൾ പല ഗുണങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കുറെ ചെയ്തിട്ടുണ്ട്. അതന്നെ ഗുണം ചെയ്യുന്നവനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കേരളത്തിൽ തന്നെ അയാൾ വരുന്നത് ഇതിൽ നിൽക്കുന്നത്. നമുക്ക് രാഷ്ട്രീയത്തിനെ പറ്റി വലിയ പിടുത്തമില്ലെങ്കിലും പിന്നെ കണ്ടറിവ് ഇങ്ങനെ നോക്കിയിട്ട് മൂപ്പര് ജയിക്കണം. ആര്? സിദ്ദീഖാണ് ആൾ ജയിക്കണം.
അയാളെടുത്ത് പറഞ്ഞെത്തണം. അല്ലാണ്ട് രക്ഷല്ലേ. പാവങ്ങളെ സഹായിക്കുന്ന ആളെ ആരാ? ഇപ്പോൾ ഇവിടെ സിദ്ദീഖുള്ളത്. സിദ്ദീഖ് ജയിക്കണം, UDF അധികാരത്തിൽ വരും കേരളത്തിൽ എന്നാണ് നമ്മളെ അഭിപ്രായം. വേറെ അതിലും നമുക്കൊന്നും പറയല്ല. സിദ്ദീഖ് ഇവിടെ പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 1.5-2 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയേ പറയുള്ളൂ. മാറ്റം വരണം, വരും ചെയ്യും.